ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രമുഖ ശിഷ്യരിൽ ഒരാളായിരുന്ന സ്വാമി ശ്രീനാരായണ തീർത്ഥർ സ്ഥാപിച്ച അദ്വൈത വിദ്യാശ്രമം സ്കൂളിൻ്റെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇതോടൊപ്പം സ്കൂളിനായി പണി കഴിപ്പിച്ച് നവതി സ്മാരക സമുച്ചയം ഇന്ന് നാടിന് സമർപ്പിക്കുന്നു. ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ മികവിന് മുതൽക്കൂട്ടാവും ഈ കെട്ടിടവും ഇതിലൊരുങ്ങിയിരിക്കുന്ന സൗകര്യങ്ങളും. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം കേരള സമൂഹത്തിന് പകർന്നു നൽകിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്തുടർച്ചക്കാരിൽ ഒരാൾ സ്ഥാപിച്ച സ്കൂൾ എന്ന നിലക്ക് ഈ സ്കൂൾ കേരള നവോത്ഥാനത്തിൻ്റെ ചൈതന്യധന്യമായ പാരമ്പര്യം പേറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നവതി ആഘോഷം കേവലം ഒരു ആഘോഷം മാത്രമല്ല, ആധുനിക കേരളീയ സമൂഹത്തിൻ്റെ പരിണാമ ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇതിൻ്റെ ചടങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്ഥാപകനായ ശ്രീനാരായണ തീർത്ഥസ്വാമികളെ അനുസ്മരിക്കേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് ശ്രീനാരായണ തീർത്ഥസ്വാമികൾ തൻ്റെ ജീവിത ദർശനം രൂപപ്പെടുത്തുന്നത്. അതാകട്ടെ കേവലമായ ആത്മീയതയിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. ശ്രീനാരായണ ദർശനവും ധർമ്മങ്ങളും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ വ്യാഖ്യാനിക്കാനും അവ സമൂഹത്തിലാകെ പ്രചരിപ്പിക്കാനും എക്കാലത്തും അദ്ദേഹം ശ്രദ്ധിച്ചു. ശ്രീനാരായണ ഗുരു രൂപം നൽകിയ പ്രസ്ഥാനങ്ങളെ യോജിപ്പിച്ചു നിർത്തുന്ന കാര്യത്തിലും അവശ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള മുൻകൈകളുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതം ഏവർക്കും മാതൃകയാണ്. ഈ അദ്വൈത വിദ്യാശ്രമം സ്ഥാപിക്കപ്പെട്ടതിലൂടെ അന്ന് സമൂഹത്തിലെ ആയിരക്കണക്കിന് പേർക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ സ്ഥാപനവും ഇതിൻ്റെ പ്രവർത്തനങ്ങളും.